വെൽക്കം ടു മൈ ചാനൽ കിമയ. അപ്പം ഞാൻ കുറേ ദിവസമായി ചാനലിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ ഇട്ടിട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് അസുഖമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇതായിരുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അതായത് സർക്കുലർ സ്ലീവ്, അല്ലെങ്കിൽ അതിനെ ഫ്ലെയർഡ് സ്ലീവ് എന്ന് പറയും, സർക്കുലർ സ്ലീവ് എന്ന് പറയും. അപ്പോൾ ഈ സ്ലീവാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ആ സ്ലീവ് എന്ന് പറയുമ്പോൾ അത് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതാണ്. നമ്മൾ എങ്ങനെയാണോ ആ ഫ്ലെയർഡ് സ്കേർട്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് സ്ലീവ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോ തുണി നമ്മൾ അതിന് കണക്കാക്കി തുണി എടുത്തിട്ട് വേണം, കാരണം അതിന് ഫ്ലെയർ കൂടുതലുള്ളത് കാരണം തുണി കൂടുതൽ വേണം. അപ്പൊ നമ്മൾ തുണി എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം അതിനെ നീളത്തിന് രണ്ടായി മടക്കുക. ഒരു തുണി എടുത്തിട്ട് ഒരു തുണി നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ കണ്ടോ നീളത്തിനെ ഞാൻ രണ്ടായി മടക്കിയതിന് ശേഷം വീതിയെയും രണ്ടായി മടക്കുക. കണ്ടോ മടക്കിയപ്പോൾ ഇത് ഫോൾഡ് സൈഡാണ്, കണ്ടല്ലോ, ഇത് ഫോൾഡാണ്. അപ്പൊ ഇങ്ങനെ ഫോൾഡ് വന്നേക്കുക. അപ്പൊ നമ്മൾ നീളത്തിനെ മടക്കി വീതിയെ മടക്കിയപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കണ്ടോ, ഇവിടെ ഫോൾഡ്, ഇത് ഫോൾഡ്, ഇവിടെ ഫോൾഡ്. അപ്പൊ ഇത് നമുക്ക് രണ്ട് പീസ് എന്ന് പറയുമ്പോൾ 4 സൈഡ് വരുന്നുണ്ട്, ഇതും അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്നത് അങ്ങനെ 8 പീസായിട്ടാണ്, അതായത് 8 വശങ്ങളാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് തുടക്കമാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്നാലും ഞാൻ പറയുകയാണ്, നീളത്തിനെ രണ്ടായി മടക്കി വീതിയെ രണ്ടായി മടക്കി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു. നമുക്ക് ഉള്ള പീസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത് കണക്കാക്കി വേണം തുണി എടുക്കാൻ കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലെങ്ത് കണക്കാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ എടുക്കുന്നത് 9.5 ഇഞ്ചാണ്. കണ്ടോ 9.5. അപ്പൊ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഈ ഫ്ലെയർ ആയിട്ട് തന്നെ മൊത്തം 9.5 തന്നെ വരണം. അതായത് ഈ അറ്റത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. 9.5. ഓക്കെ, വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് 9.5 എടുക്കാം. ഇത് ഈ ടേപ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തത് 9.5 ഇഞ്ചാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നീളത്തെ രണ്ടായി മടക്കുക, വീതിയെ രണ്ടായി മടക്കുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരുന്ന പീസാണ്. ഇങ്ങനെയാണ് ആ പീസിനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് ലെങ്ത് എടുക്കുക. ഇവിടുന്ന് എടുക്കുക, ഇവിടുന്ന് ഓരോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ അളന്നെടുക്കണം കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ 9.5 9.5 9.5 9.5 ഇങ്ങനെ തന്നെ അളന്നെടുക്കുക. അളന്നെടുത്തതിന് ശേഷം ഇത് ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നിവർത്തുകയാണ്. കണ്ടോ, ഇത് റൗണ്ട് ആയിട്ട് വന്നു, നിങ്ങൾക്ക് കാണാലോ. റൗണ്ട് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്, റൗണ്ട്. അപ്പൊ ഈ റൗണ്ടിനെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഞാൻ സെന്റർ മാർക്ക് ചെയ്തു. ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് ഇതിന്റെ സെന്റർ പോയിന്റ് വരുന്നത്. ഓക്കെ, ഇതാണ് സെന്റർ പോയിന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആം ഹോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിന്റെ ആം ഹോൾ എടുക്കുക, എന്നിട്ട് ആം ഹോൾ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഡ്രസ്സിന്റെ ആം ഹോൾ വെച്ചിട്ടും കട്ട് ചെയ്യാം, അത് നമുക്ക് അളന്നെടുത്തിട്ടും കട്ട് ചെയ്യാം ഡ്രസ്സിന്റെ. അപ്പൊ ഡ്രസ്സിന്റെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. അതായത് ഈ ആം ഹോള് ഇപ്പൊ നമ്മൾ സെന്ററിൽ നിന്ന് താഴേക്ക് എടുത്തിട്ട് ഇവിടെ നമുക്ക് പീസ് കുറവാണ്, അതായത് ഈ ലെങ്ത് നമ്മൾ കുറച്ചിട്ടാണ് ചെയ്യുന്നത്, അണ്ടർ ആം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ആം ഹോൾ എത്ര ആണോ വേണ്ടത് അത് അടയാളപ്പെടുത്തിട്ട് 2 രീതിയിൽ മാർക്ക് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് എത്ര ആണോ ആം ഹോൾ വേണ്ടത് അത് കണക്കാക്കി നമുക്ക് ഇങ്ങനെ വരച്ചിട്ടതിന് ശേഷം ഇതിന്റെ ഷേപ്പ് നോക്കുക. എത്രയാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ ആം ഹോൾ എത്രയാണോ അത് കണക്കാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മോളിൽ ഇങ്ങനെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്ക്, താഴെ ചെറുതായിട്ട് വരും. ചിലര് താഴത്തെ നല്ല ഫ്ലെയർ മോളിൽ, അതായത് രണ്ടും എല്ലാം ഒരുപോലെ വരണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിങ്ങനെ എടുത്തിട്ട് ചെയ്താലും മതിയാവും. നമ്മളിപ്പോ അങ്ങനല്ല, ഇതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ
ആം ഹോൾ നോക്കിയിട്ട് ആം ഹോളിന്റെ ഇതനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കുറെ റൗണ്ട് ആക്കണ്ട, ഈ ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് നമ്മുടെ സർക്കുലർ സ്ലീവ് കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ആം ഹോൾ കണക്കാക്കിയാണ് ഇത് വെട്ടേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അതാണ് നമ്മൾ സെന്ററിൽ നിന്നാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്, അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനാണ് നമുക്ക് ആ സ്ലീവ് വന്നേക്കണത്. ഇങ്ങനെയാണ്, കണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആം ഹോൾ പിടിപ്പിച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് നമ്മൾ തയ്ക്കുന്നവരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആം ഹോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കുഴിച്ചു കൊടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കുകയും ചെയ്യാം. കുഴിച്ചിങ്ങനെ റൗണ്ട് കൊടുത്താലും അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആം ഹോൾ നോക്കിയിട്ടാണ് അതെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് എത്ര ആം ഹോൾ ഉണ്ടോ അത് കണക്കാക്കി. അപ്പൊ ഈ രണ്ട് മോഡലും ഞാൻ അതാണ് രണ്ട് രീതിയിലും കാണിച്ചു തന്നത്. നമ്മുടെ ആം ഹോൾ നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്തു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർക്കുലർ, അതായത് സർക്കുലർ സ്ലീവ് എന്ന് പറയുമ്പോൾ ഫുൾ ഫ്ലെയർ ആണ്. ഇത് ഫുൾ ഫ്ലെയറിലെടുത്ത സ്ലീവാണ് ഇത്. അപ്പോൾ ഫുൾ ഫ്ലെയർ എന്ന് പറയുമ്പോൾ എട്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ഫ്ലെയർഡ് സ്കേർട്ടൊക്കെ എടുക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അത് സ്കേർട്ട് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അതുപോലാണ്, അതായത് നീളത്തെ രണ്ടായി മടക്കി വീതിയെ രണ്ടായി മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫ്ലെയർ ആയിട്ട് കിട്ടിയത്. ഓക്കെ. അപ്പൊ ഇതാണ് ആ സ്ലീവ്. ഇനി അടുത്ത സ്ലീവ് എന്ന് പറയുമ്പോൾ ഹാഫ് ഫ്ലെയർ ആണ്. ഇത് ഫുൾ ഫ്ലെയർ. പിന്നെ ഹാഫ് ഫ്ലെയർ ആണ് എങ്ങനെ ചെയ്യുന്നത്, ഹാഫ് ഫ്ലെയർ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഹാഫ് ഫ്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തുണി എടുക്കുക. തുണി എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുത്തു. കണ്ടോ, ഇങ്ങനെ മടക്കിയെടുത്തു. നമുക്ക് ഇത്രയും തുണിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ തുണിയെ രണ്ടായിട്ട് മടക്കിയെടുത്തു. കണ്ടോ, ഇങ്ങനെ മടക്കിയെടുത്തു. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത് ആണ്, നമുക്കിപ്പോ മാക്സിമം കിട്ടാവുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. കണ്ടോ, നമുക്കപ്പോ ആ ലെങ്ത് തന്നെ എടുക്കാം. ഞാൻ എടുക്കുന്നത് ഈ ലെങ്ത്, അല്ലെ അതിൽ കുറവ് മതിയെങ്കിൽ ഞാൻ എടുക്കുന്ന 10 ആണ്. 10 മാർക്ക് ചെയ്തു. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ, നേരത്തെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെയാണ് ഈ പോയിന്റിൽ നിന്ന് 10 മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ 10 മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് വേണ്ട പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് തന്നെ 10 മാർക്ക് ചെയ്യുക. ഓക്കെ, കണ്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് സിമ്പിളാണ്. ഇതും സിമ്പിളാണ്. ഇത് ഹാഫ് ഫ്ലെയർ. ഫുള്ളും സിമ്പിളാണ്, ഹാഫും സിമ്പിൾ തന്നെയാണ്. കണ്ടോ. എന്നിട്ട് നമുക്ക് ആം ഹോൾ വരയ്ക്കണം. മറ്റേത് നമ്മൾ ഇങ്ങനെ സെന്റർ കണ്ടിട്ട് ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇത് നമ്മൾ എടുക്കേണ്ടത് ഇതിൽ നമുക്ക് ഇവിടെ, അതായത് ഈ ഭാഗം, അതായത് അണ്ടർ ആമില് താഴെ നമുക്ക് എത്ര വേണമെന്ന് നോക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലാണ്. എല്ലാം ഞാൻ പറയുന്നത് അങ്ങനെയാണ്. കാരണം ഇതെല്ലാം ഫാഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അണ്ടർ ആം ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഈ പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോൾ കണക്കാക്കി നമുക്ക് എടുക്കാം. ഇപ്പൊ 9 ആണെങ്കിലും 9, എത്ര ആണെങ്കിലും നമുക്ക് അതുപോലെ കണക്കാക്കിയാണ് നമ്മൾ ആം ഹോൾ ചൂസ് ചെയ്തെടുക്കുന്നത്. അതിന് കൃത്യം അളവ് നമുക്കില്ല. നമ്മളുടെ ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സിന്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ആം ഹോൾ എടുക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തു. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത്രേ വരുന്നുള്ളൂ, ഇവിടെ ഇത്രേ വരുന്നുള്ളൂ. അതല്ല, ഇതിവിടെ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പോകും. മനസ്സിലായോ? ഇവിടെ നമുക്ക് കൂടുതലായിട്ട്, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ എടുത്താലും നമുക്ക് ഇതുപോലെ തന്നെ കഷ്ണം പീസുകൾ, നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചുരിദാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കഷ്ണം പീസ് ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടുന്ന, അതുപോലെ ഫ്രോക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കഷ്ണം പീസുകൾ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ക്രോസ് പീസിനും ഇതിനൊക്കെ എടുക്കും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനത്തെ പീസുകൾ കിട്ടിയാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെയും കട്ട് ചെയ്തിട്ട്
ഇതിങ്ങനെ കുറച്ചു കൊടുക്കുക. അപ്പോൾ അത് ഓരോ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫാഷൻ കൂടുതലും നമ്മുടെ മനസ്സിലുള്ളവരാണെങ്കിലും നമുക്ക് കൃത്യമായ ഒരളവോട് കൂടി ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഏത് മെത്തേഡിൽ ഏത് രീതിയിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് ആദ്യം നമ്മളത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ. നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്, അല്ലാതൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഒരു സ്ലീവ് തന്നെയാണ്. ഇത് ഹാഫ് ലെയർ ആണ്. ഇത് ഫുള്ളിന്റെ കൂട്ടത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇത് ഹാഫ് ലെയർ ആണ്. ഇത് ഹാഫ് ലെയർ സ്കർട്ട് എന്ന് ഹാഫ് ലെയർഡ് സ്ലീവ് ആണ്. അപ്പൊ മറ്റേത് ഫുൾ ഫ്ലെയർ സ്ലീവ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 2 സ്ലീവാണ് ഞാൻ ഇന്നെടുത്ത, ഹാഫ് ലെയറും ഫുൾ ഫ്ലെയറും. ഇത് രണ്ടും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഞാൻ വരാം, ഇനി വൈകില്ല, ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.